രംഗാഡ് പാറ്റേൺ. നമ്മൾ ബനാറസി സാരീസിലാണ് മെയിനായിട്ട് രംഗാഡ് പാറ്റേൺസ് കാണാറുള്ളത്. രംഗാഡ് പാറ്റേൺ എന്ന് പറയുമ്പം ആ വീവ് ചെയ്ത് വന്നിരിക്കുന്ന സാരിയിൽ പർട്ടിക്കുലർ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തിരിക്കുന്നു. അതേ പാറ്റേൺ സ്റ്റൈൽസ് നമ്മുടെ കാഞ്ചീപുരത്തെ വീവേഴ്സ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നതാണ്. ഇത് വീവിങ്ങിനകത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ നോർമലി കാണാറുള്ള രംഗാഡ് പാറ്റേൺസ് അത് ആ മീനാക്കാരി പോലെ പർട്ടിക്കുലർ ഡൈ ചെയ്ത് അതിനെ ഫിനിഷ് ചെയ്ത് ബ്രഷ് ഡൈ ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ആൻറ്റിക് ജെറി ഫിനിഷിങ്ങിനകത്ത് രംഗാഡ് പാറ്റേണിൽ വീവ് ചെയ്തെടുക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സാരിയാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് കളർ കോമ്പിനേഷനാണ് മസ്റ്റേർഡ് യെല്ലോ എന്ന് പറയുന്നത്. മസ്റ്റേർഡ് യെല്ലോയുടെയും അതിൻ്റെ കൂടെ തന്നെ മസ്റ്റേർഡ് ഓറഞ്ചിൻ്റെയും കോമ്പിനേഷൻ്റെ കൂടെ നല്ല റെഡ് കളറിലുള്ള ബോർഡർ ഡീറ്റെയിൽ. ബ്രൈഡൽ ലുക്സ് നോക്കുന്നവർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ ബിലോ 2000 റേഞ്ചിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷനാണ് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോഴ്സ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കളക്ഷൻസ് കാണാൻ പറ്റും കേട്ടോ. ഇതാണ് ഫുൾ സാരിയുടെ ലുക്ക്. ഈവൻ ബ്രൈഡ്സിനാണെങ്കിലും ബ്രൈഡ്സിൻ്റെ സിസ്റ്റേഴ്സിനാണെങ്കിലും ഒക്കെ ഉടുക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. ഇത് പ്യുവർ ഹാൻഡ്ലൂമിൽ ചെയ്തെടുത്തിരിക്കുന്ന സാരിയാണ്. ഇതിൻ്റെ ഉൾവശവും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇത് കേട്ടോ, കൊണ്ടുവലിയുന്ന ടൈപ്പല്ല, വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, ഇതൊന്നും കൊണ്ടുവലിയുന്നല്ല. ഇത് കാണുന്നത് നമ്മുടെ പ്യുവർ ഹാൻഡ്ലൂമിൻ്റെ പ്രത്യേകതയാണ്. രണ്ട് സൈഡിൽ നിന്നും വീവ് ചെയ്ത് വന്നേക്കുന്ന യാൺസാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സാരിയുടെ ലുക്ക് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ ഒന്ന് ക്ലോസറിൽ കണ്ടാലോ അല്ലേ? ഇതുണ്ടോ പല്ലു വന്നേക്കുന്നുണ്ടോ? നല്ല ഭംഗിയായിട്ടുള്ള ജെറി പാറ്റേൺസ് ആണ് എൻ്റെ പല്ലുവിൽ വന്നേക്കുന്നത്. ആ പല്ലുവിൽ വന്നിരിക്കുന്നത് പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ സ്റ്റൈൽസും അതിനകത്ത് വരുന്നുണ്ട്. ഉണ്ടോ, ആ ഒരു ചക്ര പാറ്റേൺസും ടെമ്പിൾ ബോർഡർ ഡിസൈൻസും ജോമെട്രിക്കൽ പാറ്റേൺസും എല്ലാം തന്നെ മേർജ് ചെയ്ത് വന്നിരിക്കുന്നു. ആൻഡ് ബോർഡർ ഡീറ്റെയിൽസ് പോലെ തന്നെ ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്ന ബോഡിയും ഒന്ന് ക്ലോസറിൽ കാണിച്ചു കൊടുക്കാം കേട്ടോടാ. ബോഡി കണ്ടോ, ആ ഒരു ആൻറ്റിക് കോപ്പർ ജെറിയിലുള്ള പേഴ്സ്ലി പാറ്റേൺസ് അതേപോലെ തന്നെ ഫൈനലൈസ് ചെയ്ത് വന്നേക്കുന്നതാണ്. ആൻഡ് കൂടെ തന്നെ ഉള്ളിൽ വന്നേക്കുന്ന കളറ് ഇച്ചിരിയും കൂടി ഒരു റെഡിഷ് ടിൻറ്റ് കൂടുതലായിട്ടും മറ്റേതിനകത്ത് ആ ഒരു യെല്ലോയിഷ് ടിൻറ്റ്. ഇതിനകത്ത് എല്ലാം കോപ്പർ ജക്കാർഡ് വീവിങ് ആണ് കേട്ടോ. ഞാൻ എൻ്റെ ഉൾവശം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഉൾവശത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പർ ജെറി നമുക്ക് ഉള്ളിലായിട്ട് കാണാൻ പറ്റും. ഇവിടെ എല്ലാം കോപ്പർ ജെറി ഫിനിഷിങ്ങിലാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത്. ബോർഡേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തേക്കുന്ന കാരണം തന്നെ ഒട്ടും കയറി ഇറങ്ങാതെ നല്ല നൈസായിട്ടുള്ള ടെമ്പിൾ ബോർഡർ ഡിസൈനിലാണ് എൻ്റെ ബോർഡേഴ്സ് വന്നേക്കുന്നത്. ഇനി എൻ്റെ ബ്ലൗസ് പീസ് കണ്ടോ, ബ്ലൗസ് പീസ് വന്നേക്കുന്നത് ഫുൾ ജക്കാർഡ് പാറ്റേണിൽ ഡയഗണൽ വീവിങ് സ്റ്റൈലിലാണ് എൻ്റെ ബ്ലൗസ് പീസ് വന്നേക്കുന്നത്. ഇച്ചിരി കൂടെ ബ്രൈറ്റർ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉൾവശം നമുക്ക് ഇതായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇനി ഞാൻ ഈ സാരി ഒന്ന് ദേഹത്ത് വെച്ച് കാണിച്ചു തരാം. പ്ലീറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ സാരി ഇത് ഇങ്ങനെയാണ്, ഫുൾ സാരി ഇത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. ഞാനൊന്ന് ഫുള്ളായിട്ടൊന്ന് പ്ലീറ്റ് ചെയ്തും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഈ ഫുൾ സാരി വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരിയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ആ സാരീനെ ഫുള്ളായിട്ടൊന്ന് പ്ലീറ്റ് ചെയ്തും കൂടെ കാണിച്ചു തരാം. കണ്ടോ, വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് ഈ സാരി വന്നേക്കുന്നത്. കണ്ടോ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലീറ്റ്സ് ആണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് പ്ലീറ്റ്സ് എടുക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ സ്റ്റൈലിലാണ് ഇതിൻ്റെ ആ വീവിങ് വന്നേക്കുന്നത്. നമ്മൾ ടിഷ്യൂ ആണെന്ന് കരുതുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കാറുണ്ടല്ലോ ഭയങ്കര തിക്കായിട്ട് ഇരിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഒത്തിരി തിക്കായിട്ടിരിക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ല ഇത് വന്നേക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്ലീറ്റ്സ് നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ ചെറിയ പ്ലീറ്റ്സ് ആയിട്ട് എടുക്കുമ്പം ഡ്രേപ്പിസ്റ്റൊക്കെ വന്നിട്ട് നമുക്ക് സാരി ഡ്രേപ്പ് ചെയ്യുകയൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ല നമ്മൾ തന്നെ ചെയ്യുവാണെങ്കിൽ പോലും നല്ല ഭംഗിയായിട്ട് നമുക്കതിൻ്റെ പ്ലീറ്റ്സ് കിട്ടുകയും ചെയ്യും. ഇത് കണ്ടോ, ഫുൾ സാരി ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ് ചെയ്ത് വെച്ച് കാണിച്ചു തരാം. നമ്മൾ നല്ല വലിച്ചു കുത്തി ഉടുക്കുകയൊക്കെ ചെയ്യുമ്പം നല്ല സ്റ്റൈലായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ എടുത്തു. നല്ല ഭംഗിയായിട്ടാണ് അപ്പർ പോർഷൻ്റെ പ്ലീറ്റ് നിൽക്കുന്നത്. ഇനി നമുക്ക് ലോവറിൻ്റെ പ്ലീറ്റും കൂടെ കാണിച്ചു തരാം. അപ്പോഴാണ് നമ്മുടെ കസ്റ്റമേഴ്സിന് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അതിൻ്റെ പ്ലീറ്റ്സ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈസി ടു ഡ്രേപ്പ് ആയിട്ടുള്ളൊരു പ്യുവർ സാരിയാണ്. പ്യുവർ ഹാൻഡ്ലൂമിൽ വീവ് ചെയ്തെടുത്തിരിക്കുന്ന സാരിയാണ്. രംഗാഡ് പാറ്റേൺ ആണ് ഈ സാരിക്കകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. മെയിനായിട്ട് ബനാറസി സാരീസിൽ വരുന്ന ഫിനിഷിംഗ് ആണ് കേട്ടോ. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. നമ്മൾ നോർമലി ഇങ്ങനത്തെ നമ്മുടെ ട്രഡീഷണൽ കാഞ്ചീപുരം സാരീസൊക്കെ നമുക്കൊക്കെ ഒരു ഇതുണ്ട്. ആ വെയിറ്റ് വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ലുക്ക് വരുന്നതെന്നുള്ളത്. കണ്ടോ, പ്ലീറ്റ്സിൻ്റെ പോർഷൻ കാഷ്വലായിട്ട് എടുത്തപ്പോഴും നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി നിൽക്കുന്നൊരു ലുക്കാണ്. വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്റ്റൈലിംഗ് ലുക്കിൽ കിട്ടുന്ന സാരിയാണ്. ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. BAS 122, പ്രൈസ്ഡ് അറ്റ് 18,499.